إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي واعبد ربك حتى يأتيك اليقين عباد الله اتقوا الله പിർസത്തെ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, ഖാലിക്കും മാലിക്കും രാജിക്കുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശന വിധിവിലക്ക് എന്തെല്ലാം ഉണ്ട് അതെല്ലാം ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും പാലനയാക്കിയിട്ട് തഖ്വയോടുകൂടെ അള്ളാഹുക്ക് ഭയപ്പെട്ടിട്ട് ജീവിക്കണേ ചെന്നിട്ടു സ്വന്തത്തെ ഒട്ടികയും നിങ്ങളെല്ലാ ഓരോരുത്തരൊട്ടിക തഖ്വ വസിയത്താക്കരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് യഥാർത്ഥമായ മുസ്ലിമായിട്ട് ജീവിക്കുകയും മരിക്കരുതായ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലതായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചിട്ട് കാമിലായ ഈമാനോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പോകും ഞങ്ങളെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഞങ്ങൾ ചെയ്തതായ എല്ലാ അമലു സ്വാലിഹാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ട് തക്കതായ പ്രതിഫലം തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. ചെറിയതും വലിയതുമായ എല്ലാ തപ്പും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പുറത്തു തരട്ടെ, ആമീൻ. സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ മാസത്തെ ആ ഒരു തിങ്കളത്തെ നോമ്പും എന്തുണ്ട അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ വെള്ളിയാഴ്ച ഒന്നാമത്തേത് കഴിഞ്ഞ കുറേ നാളായിട്ടുള്ളു, 4-5 നാളായിട്ടുള്ളു ഈദുൽ ഫിത്ർ കഴിഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു 4-5 നാളിൽ ഞങ്ങളുടെ ഷെഡ്യൂളെല്ലാം ഇപ്പൊ ചേഞ്ച് ആയി. റമദാൻ മാസത്തിൽ ഞങ്ങൾ ഒരു ഷെഡ്യൂൾ ഉണ്ട്. എങ്ങനെ ചൊന്നെങ്കിൽ ഇത് ടൈം ഇന്ന ടൈം കഴിച്ചിട്ട് ഇഫ്താർ, ഇന്ന ടൈം കഴിച്ചിട്ട് മുത്താല അത്താല, അതേപോലെ നിസ്കാര എല്ലാവരും ഭാരി കെയർഫുൾ ആയിട്ടിരുന്നതാണ്. എത്ര ഗಂಟೆಗೆ ജമാഅത്ത് എത്തുന്നു, ಅದಕ್ಕೆ മുന്നേ 5 മിനിറ്റ് മുന്നേ എത്തുന്നു. സുന്നത്ത് നിസ്കാരം എല്ലാം കൃത്യമായിട്ട് ഖുർആൻ ഓതുന്ന ഒരു ടൈമിംഗ് ഷെഡ്യൂൾ, ദ്വാരക്കൊരു ഒരു ടൈമിംഗ് ഷെഡ്യൂൾ. ഒരു 5 നിമിഷം മുന്നേ പള്ളിയിൽ പോയി വെച്ചിട്ട് ദ്വാരക്കൊണ്ട് എല്ലാ ഷെഡ്യൂൾ. ഇപ്പോ ഈദുൽ ഫിത്ർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഷെഡ്യൂൾ ബാക്ക് ടു നോർമൽ, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ആയിട്ട്. അപ്പൊ ഞങ്ങള് ആ ഷെഡ്യൂൾ മനുഷ്യ അങ്ങനെ ആയിട്ടിക്കരുത്. എന്താ വെച്ചെങ്കിൽ
ಬೇಗಾಯ್ತು ಮರಕ್ಕರದು ചേഞ്ചസ് ആവുന്നതും എല്ലാം വേഗമായിട്ട്. അപ്പൊ നാളുങ്ങ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുടെ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഞാൻ ഓതിയതായ ആയത്ത്, നിന്റെ റബ്ബിനെ നീ ആരാധിക്കണം എവിടത്തോളം ചൊന്നിട്ടായെങ്കിൽ നിക്ക് മൗത്ത് ബണ്ട കൊടുത്തോളാം. മൗത്ത് എപ്പോ ബണ്ട എടുക്കത്തില്ലല്ലോ, ഏത് നിമിഷത്തിലും വരും. ആ മൗത്ത് ബണ്ട കൊടുത്തോളം ഒരു നിമിഷവും നിന്റെ വേസ്റ്റ് ആവുകത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിൽ നിന്ന് മുണുങ്ങിട്ടിക്കണു. ഞങ്ങൾക്ക് പിന്നെ കുറെ സ്വരമുണ്ട്, ദുനിയവിയായ സ്വരമുണ്ട്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ഞങ്ങൾ ദുആമേ അതായിട്ടിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാക്കിയതും യാരെ ദുആറക്കറ ദുആ അതായിട്ടിക്കറ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ നല്ലത് തരണേ റബ്ബേ, നരകത്തിൽ ഞങ്ങളെ കാക്കണേ റബ്ബേ ചൊല്ലതായ ദുആ എപ്പോ ഞങ്ങൾ ദുആറക്കറ. അപ്പൊ ദുനിയാവും ആഖിറും രണ്ടും ബാലൻസ് ആയിക്കൊണ്ട് പോയിട്ട് അല്ലാഹുവിന്റെ ഇബാദത്ത് എപ്പോഴും ചെയ്തതായ ആൾമാർ ഞങ്ങൾ ആയിത്തീരും. അല്ലാണ്ട് നോമ്പിൽ ഒരു ഫിക്സ് ഷെഡ്യൂൾ ആക്കി വെച്ചിട്ട് യാര് മാക്സിമം ഇബാദത്ത് കൊടുത്തിട്ടു അതിൽ പിന്നെ ശവ്വാൽ വന്ന വർത്തക്ക് അതിൽ 10% ഇല്ലാണ്ടാവുടേതായ അവസ്ഥ, ജമാഅത്ത് നിസ്കാരം ഇല്ലാണ്ടാവുടെ അവസ്ഥ, സുന്നത്ത് നിസ്കാരം ഇല്ലാണ്ടാവുടെ അവസ്ഥ. പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറെ നാളായിട്ട് ഖുർആൻ തൊട്ടു നോക്കാത്ത ആൾമാർ ഇക്വാണ്. ഇതിലുള്ളവരും ഞാൻ ചൊല്ലല്ല, ജനറൽ ആയിട്ട് ഞങ്ങളുടെ മുസ്ലിം സമുദായം ഇന്റെ വെള്ളിയാഴ്ച ആയിട്ട് ഇന്റെ സൂറത്തുൽ കഹ്ഫ് സമയത്ത് ഓതാത്ത ഇക്വാണ്. ലാസ്റ്റിലെ 10 ഖിയാമുൽ ലൈൽ എപ്പോൾ കേട്ടിട്ട് അതൊക്കെ കാത്തു തെച്ചിട്ട് നിസ്കരിച്ചതായ ആൾമാർ ചിലപ്പോ ഇന്നത്തെ ഫജ്ർ ഖളായിട്ട് പോകും. പെരുന്നാളിന്റെ സമയത്ത് ഒരു 3 റക്അത്ത് വിത്ർ നിസ്കരിക്കൂ മറന്നിട്ടിക്കൂ. അതിൽ പിന്നെ നിസ്കരിക്കാത്ത ഇപ്പാറ് 11 റക്അത്ത് പേരായിട്ട് കാത്തു തെച്ചിട്ട് അത് ഉസ്താദ് ഓതുന്നതായ ആ ഖുർആൻ, ഇമാം ഓതുന്നതായ ഖുർആൻ മയ്യാവാണ്ട് പല്ലി തേടി പോയ ആൾമാരുള്ളത്. യാരെ ഓതുര എവിടെ, ഒരു ജുസു എവിടെ ഓതുറാറ്, നല്ല കിരാത്ത് എവിടെ ഉണ്ടെന്ന് ചൊന്നിട്ടു തേടിപ്പോയ ആൾമാര് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള. മാത്രമാ ഈദുൽ ഫിത്ർ കഴിഞ്ഞ ബർത്തക്ക് ഒരു 3 റക്അത്ത് വിത്ർ സമയത്ത് നിസ്കരിക്കാത്ത ഉള്ളാറ്. ആ അവസ്ഥക്ക് ഞങ്ങൾ പറവ് തീരല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുടെ ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ولا ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. എന്തായിട്ടിക്കറ അല്ലാഹു ചൊല്ലുടെ ഇന്നല്ലദീന ഒരു കൂട്ട ആൾമാർ തീർച്ചയായിട്ടും അങ്ങ് എന്താക്കിയത് ഖാലു റബ്ബുന അല്ലാഹ്, അല്ലാഹു അങ്ങ് ഞങ്ങളെ റബ്ബ് അല്ലാഹ് ചൊല്ലിട്ടു വിശ്വസിച്ചാറ്, 100% വിശ്വസിച്ചാറ്. പിന്നെ സുമ്മസ്തഖാമു അതിൽ സ്ഥിരമായിട്ട് നിന്നാർ, അതിൽ അപ്പറ ഇപ്പറ വ്യതിചലിച്ചിട്ടില്ല, അങ്ങനെ സ്ഥിരത്തെ തപ്പിട്ടില്ല. റമദാൻ മാസത്തിലുള്ളതായ റബ്ബ് ഷവ്വാലിനുള്ള ഇനി പണ്ടതായ പോലുള്ള ആ റബ്ബുള്ള നല്ല ലോക്യമുള്ള നാനവന്റെ ഇബാദത്ത് എടുക്കണമെന്ന് ചൊല്ലതായ സ്ഥിരമായ ആ ഒരു കർത്തവനെ മുട്ടയിത്ത് നന്റെ റബ്ബു അള്ളാഹും ചൊന്നു മയ്യാവല സുമ്മസ്തഖാമു അതിൽ ഉറച്ചു നിൽക്കണം. അങ്ങനത്തേതായ ആൾമാർക്ക് അല്ലാ തഖാഫു വലാ തഹ്സനു അങ്ങ് പേടിക്കാനായ അകത്തിയില്ല, അങ്ങ് ബേജാറാവാനായ അകത്തിയില്ല. എന്തേ അങ്ങക്ക് മലായിക്കത്തുണ്ടല്ലേ, അങ്ങ് മരിക്കുന്നതായ ടൈമിൽ വന്നിട്ട് ചൊല്ലാറ് നിങ്ങൾ പേടിക്കോണം ചെന്നിട്ടില്ല, നിങ്ങൾക്ക് പേടിക്കോണം ചെന്നിട്ടില്ല, നിങ്ങൾ ബേജാറാവണം ചെന്നിട്ടില്ല. വബശിറു ബിൽ ജന്ന നിങ്ങൾക്ക് ഇതാ സ്വർഗത്തെ സുവാർത്ത ഉണ്ടു, നിങ്ങൾക്ക് സ്വർഗത്തെ സുവാർത്ത ഇതാ. നിങ്ങൾക്ക് ഈ ദുനിയാവ് വിട്ടിട്ട് പോണു, നിങ്ങളെ പെഞ്ഞായി മക്ക അബ്ബ ഉമ്മ പിന്നെ നിങ്ങൾ ആക്കിയതായ കുറെ സ്വത്തും മുതലും നിങ്ങളെ ഗാഡിയും നിങ്ങളെ ഭവനവും എല്ലാം വിട്ടിട്ട് പോകും ചെന്നിട്ടു നിങ്ങൾ ബേജാറാവുത്തിരല്ല. എന്തേ നിങ്ങൾക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉണ്ടാക്കിയത് വെച്ചതായ അബ്ശിറു ബിൽ ജന്ന ജന്നത്തിലെ സുവാർത്ത നിങ്ങൾക്ക് ഉണ്ടു. കുന്തും തുഅദൂൻ നിങ്ങൾക്ക് അതാ ഞങ്ങൾ വാഗ്ദാനം നൽകിയ ഖുർആനിൽ വാഗ്ദാനം നൽകിയല്ലോ, നിങ്ങൾക്ക് തണ്ട് ജന്നത്ത് തണ്ട് അങ്ങനത്തേതായ സ്വർഗ നിങ്ങൾക്ക് റെഡിയാക്കി വെച്ചത് നിങ്ങൾ ഒർക്കും ബേജാറാവണ അകത്തിയില്ല. ആർക്ക് നന്റെ റബ്ബ് അല്ലാഹ് ചൊന്നിട്ടു അതിൽ സ്ഥിരമായിട്ട് നിൽക്കണം. നന്റെ റബ്ബ് അല്ലാഹ് ചൊന്നിട്ടും റമളാൻ മാസത്തിൽ മാത്രം നന്റെ റബ്ബ് അല്ലാഹ് ചൊന്നിട്ട് അവന്റെ കാണുമ്പോ അല്ലാഹ് ഒരു വലിയ മുത്തക്കിയായിട്ട് ഓണ് തക്കവുള്ളവനായിട്ടിരിക്കാൻ. റമളാൻ കഴിഞ്ഞ ബർത്തക്ക് ഷവ്വാലിക്ക് വന്ന ബർത്തക്ക് ഓണ് മുത്തക്കിയല്ല, ഓന്റെ പേര് ചേഞ്ച് ആവും.
അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് ഫർളാക്കിയപ്പോൾ ചൊല്ലുമേ അങ്ങനെ ലഅല്ലക്കും തത്തക്കും നിങ്ങൾക്ക് തഖ്വ ഉണ്ടാക്കി എടുക്കുകയുള്ളതായ തിങ്കളായിട്ടുണ്ട്. അല്ലാണ്ട് നോമ്പ് നോർത്തിങ്ങൾ മാത്രം നിങ്ങൾ തഖ്വ കൊണ്ടു നിങ്ങൾ എല്ലാം ആക്കറുണ്ടല്ല ചൊന്നരേ തഖ്വ ഉണ്ടാക്കി എടുക്കുന്ന തിങ്കളായിട്ടിക്കറ്. ആ ശവ്വാലൊക്കെ വരുമ്പോഴത്തേക്കും ആ തഖ്വ കാണണം. പിന്നത്തെ പോണുന്ന തിങ്കളും കാണണം. അത് ഞങ്ങളെ മുട്ട ഉണ്ടാകും. ഞങ്ങ റമളാനിലും ഈ ശവ്വാലിലും ഞങ്ങൾ ചേഞ്ചസ് ഇപ്പൊ ഈ 4-5 നാൾ ചെമ്മ 4 ആയിട്ടില്ലല്ലേ ചേഞ്ചസ് ആയിടാ ഞങ്ങൾക്കുണ്ടല്ലേ. ഞങ്ങളെ നാളുങ്ങൾ ചൊല്ലത് കുറിയ നാളായിട്ടിക്കറ് ചെമ്മ 4 ഇല്ല ഈ ദുനിയാവിൽ വെച്ചിട്ട്. പ്രതി ഒരു നാളും സുബയാകുമ്പത്തുക്കു 4 വിളിച്ചു ചൊല്ലു ഞങ്ങളെ മുട്ട എന്താ ചൊന്നിട്ടു മാമിൻ യൗമിൻ ജദീദിൻ ഇല്ലാ വയുനാദി യബ്ന ആദം. പുതിയതായ ഒരു 4 വരുമ്പത്തുക്കു സുബൈക്ക് സൂര്യോദയ ആകുമ്പത്തുക്കു നേരെ വെൽക്കുമത്തുണ്ടല്ലേ ആ 4 ഞങ്ങളെ മുട്ട വിളിച്ചു ചൊല്ലു. എന്തിനു ചൊന്നിട്ടു വിളിച്ചു ചൊല്ലേ അന യൗമുൻ ജദീദ്. ഇതാ ഒരു ഫ്രഷ് ഒരു 4 ആയിട്ടിക്കരെ നാളുണ്ട്. ഓരോരുത്തരെ മുട്ട മനുഷ്യന്മാരെ മുട്ട ഓരോരുത്തർ ആദമരെ ഓരോരോ മോന്റെ മുട്ട വിളിച്ചു ചൊല്ലു 4 ഇത ಬಂದ್ರೆ ഒരു ഫ്രഷ് 4 നിൽക്കുന്നതാണ് ಬಂದ್ರೆ വഅല അമലിക ഷഹീദുൻ. നന്റെ വിശേഷത്തെ എന്തിനു കൊണ്ടുണ്ട ನಾನು നീനാക്കരുതായ പ്രതി ഒരു അമൽ ഉണ്ടല്ലേ പ്രതി ഒരു സ്വല ഉണ്ടല്ലേ പ്രതി ഒരു ആക്ഷൻ ಅದಕ್ಕೆ നാളെ അല്ലാഹ് അവരെ കോർട്ടിൽ ഷഹീദ് ആവുന്നവനായിട്ടിക്കരെ ನಾನು സാക്ഷി നിൽക്കരെ ആയത് കൊണ്ടിട്ടു ഫഗ്തനിബിനി ഫലു ഗാബത് ശംസി ലം തുദ്രിക്നി ഇലാ യൗമിൽ വഈദ്. ആയത് കൊണ്ടിട്ടു ഫഗ്തനിബിനി നന്റെ നീನು 100% യൂസ് ആക്കിയോ നീನು ഉപയോഗം എടുത്തുകോ. ഇതില് ഈ ഒരു 4 പണ്ട് ഈ 4 എന്തെല്ലാം നിക്ക് നല്ലത് ആക്കോ തീർന്ന് അതെല്ലാം ആക്ക്. ആയതുകൊണ്ട് നിക്ക് 4 ഫേവർ ആയിട്ട് 4 അവിടെ ഷഹീദാവേ. മാത്രമാ നന്റെ സൂര്യ അസ്തമാന ആയിട്ടായെങ്കിൽ ഈ 4 പോയിന്റായെങ്കിൽ ശംസി നന്റെ ഈ ഇന്നത്തെ 4 ശംസ് അസ്തമാന ആയിട്ടായെങ്കിൽ ലം തുദ്രിക്നി നിന്റെ നിക്ക് നന്റെ കണ്ടെത്തുക സാധ്യയില്ല. എവിടത്തോടെ ഇലാ യൗമിൽ ഖിയാമ ഖിയാമത്ത് നോട്ടോടെ ഞാൻ നിക്ക് കിട്ടുക സാധ്യയില്ല. ഖിയാമത്ത് നാളിലായിട്ട് ನಾನು ಬಂದೆ നിന്റെ അമൽ സ്വാലിഹാത്ത് നിന്റെ അല്ല ಬೆಳಕುಗೂ നല്ലതുക്കും ಎಲ್ಲದಕ್ಕೂ സാക്ഷി നിൽക്കുക. എന്തായിട്ടിരിക്കും ഇതുകൊണ്ടു ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഫ്രഷ് ഒരു 4 വന്നിട്ട് ഞങ്ങൾ അമൽ സ്വാലിഹാത്ത് എടുത്തില്ലെങ്കിൽ ഖിയാമത്ത് നോട്ടോളം ആ 4 കിട്ടുകയുമില്ല. ഇന്ന് കഴിഞ്ഞതായ സുബൈ അത് പോയിട്ട് ഇന്നലെ പോയിട്ട് മുഞ്ഞാണ്ട് പോയിട്ട് അത് എനോക്കനൊക്കെ താരപ്പെങ്കിൽ ഒർക്കും കിട്ടുകയുമില്ല. അതിൽ എന്തെല്ലാം മിസ്സായത് അതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് പുതിയ ഒരു 4 വരുമ്പോഴത്തേക്കു ഇണ്ടത്തെ 4 ഞങ്ങൾ അതിലെ ആ മിസ്സായതിലെല്ലാം ഒന്ന് സമാക്കിയോളൂ. ನಾನು ಕುರಾನ್ ಓದಿಕ್ಕಿಕ್ಕಲ್ಲ ಇನ್ನಲೆ ನಾನು ತಹಜ್ಜುದ್ ನಿಸ್ಕರಿಸಿಟ್ಟಿಕ್ಕಲ್ಲ ನಾನು ಇನ್ನಲೆ ಜಮಾತಿಗೆ ಬಂದಿಟ್ಟಿಕ್ಕಲ್ಲ ನಾನು ಎಂದೆಲ್ಲ ಹಾಕಿಟ್ಲ ಅದೆಲ್ಲ ನಾನು ಅದೇ ಬಂದ ಪುದಿಯ ಒಂದು 4 ನಾಳು ಅಂದത്തെ 4 ಹಾಕಿ ತೀರ್ಕೊಂಡು ಮಿಸ್ ಆಯ್ದು പോയിട്ട് ನಾನು ಆ ಟೈಮ್ ವಾಪಸ್ ಬಂದ್ಲೆ ಅದು മനസ്സിലാക്കണം. ಏನು ഞങ്ങൾക്കുള്ളതായ 4 ഒരു മനുഷ്യക്ക് ആയുസ്സിൽ പണ്ടതായ 4 നിങ്ങൾ കണക്കൂട്ടി ഉണ്ടായെങ്കിൽ 5 ടൈപ്പ് ആയിട്ട് ഉലമാക്കന്മാർ അതിനെ ഡിവൈഡ് ആക്കിയത്. 1 ആ 4 യൗമുൻ മഫ്കൂദുൻ ഹുവ അംസകല്ലദീ ഫാതത മാ ഫറത ഫീഹി. ഇന്നലത്തെ നാൾ ഞങ്ങളത് പോയത് എന്തെല്ലാം ഞങ്ങൾ മിസ്സായില്ല അതെല്ലാം പോയിട്ട് ഇന്നലത്തെ നാൾ ഇങ്ങനെ ബറവ് പോകില്ല. അത് ഒരു ടൈപ്പിലെ 4 നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ 4 നണ്ടത് പോയിര് മുഞ്ഞാണ്ടത്തത് പോയിര് കഴിഞ്ഞ 4 എല്ലാം പോയിര് അതിന് നമുക്ക് വാപ്പസ് ബറവില്ല. അതിന് ഞാൻ എന്തെല്ലാം ഇപ്പൊ ചൊന്നതുപോലെ അതിൽ പഠിക്കണായ പാഠ എന്തെല്ലാം മിസ്സായിട്ട് അതിൽ ഞങ്ങൾ ബണ്ടതായ 4 ഞങ്ങൾ സമാക്കിക്കൊള്ളണം. 1 രണ്ടാമത്തത് യൗമുൻ മഷ്ഹൂദുൻ വഹുവ യൗമികല്ലദീ അൻത ഫീഹി ഫതസവ്വദു ഫീഹി മിനത് ത്വാഅതി. ഷഹീദായിട്ടുള്ള സാക്ഷിയായിട്ടുള്ള 4 ഇന്നത്തെ 4 പോയി തരബനക്ക് പോണില്ല. ഇണ്ടത്തെ 4 ഞങ്ങൾ ജീവിച്ചോണ്ടുള്ളതാണ്. അണ്ടത്തെ 4 ചൊന്നെങ്കിൽ അന്ത് എന്തെല്ലാം ആക്കു തീർന്ന അതെല്ലാം ആക്കും. അതായിട്ട് ഇണ്ടത്തെ 4 അതായിട്ട് പ്രമുഖമായ ഒരു മനുഷ്യരെ 4 എപ്പോ ഞങ്ങൾ ജീവിച്ചോണ്ടുള്ള കറന്റ് പ്രസ്തുത ഇപ്പൊ ജീവിച്ചോണ്ടുള്ള ഇണ്ട് ആക്കുക ഇപ്പൊ ആക്കുക എന്തെല്ലാം തീർന്ന് അതെല്ലാം ഞങ്ങൾ ആക്കി തീർക്കണം. 4 ಬೆಕ್ಕೋಗುತ್ತೀರಲ್ಲ ಇನ್ನೆಲೆಗೂ ಬೆಕ್ಕೋಗುತ್ತೀರಲ್ಲ ಇನ್ನೆಲೆದು ಪೋಯ್ತು ಏನು 3ಾಮത്തെ 4 യൗമുൻ മൗറൂദുൻ
മൂന്നാമത്തെ നാളായിട്ട് നാളത്തെ നാള് നിങ്ങൾ ചൊല്ല നാളെ ഇങ്ങനത്തെ ആക്കി തീർക്കുക ഇൻഷാ അല്ലാഹ് നാളെ അവിടെ പണ്ട് നാളെ കിട്ടുക നാളെ ആക്കുക നാളെ വെക്കുവാൻ ചൊന്നു മാത്രമാ നാളത്തെ നാള് നിന്റേതാ അല്ലേന്ന് ചൊന്നിട്ട് ആർക്കും ചൊല്ലുക സാധ്യമില്ല. നാളത്തെ നാള് നാനുള്ള ചൊല്ലുക സാധ്യമില്ല. നാളത്തെ നാള് നിങ്ങൾക്ക് പറയാൻ ചൊല്ലുക സാധ്യമില്ല. നാളത്തെ നാള് നിന്റേതാ അല്ലെന്ന് ഗൊന്തില്ല. ആയതുകൊണ്ട് നാളെಗೆ ഏതും വെക്കണ്ട, നാളെಗೆ ഏതും വെക്കണ്ട. നല്ല സ്വറ ಇಂದ ആക്കി തീർക്കണം. ಇಂದ ആരും കൊടുത്ത സദക്ക കേൾക്കലുണ്ടായി നിന്റെ മുട്ട ഇന്നെന്തായാലും കൊടുക്കണം. ഞങ്ങളുടെ മദ്രസത്തെ കളക്ഷൻ ഉണ്ട്. ಬಂಡೆ ಬೆಲ್ಲಿಯಾಸೆ ಹುಡ್ಕೊಂಡ್ಂಗೆ ഞങ്ങളെ മുട്ട ഇക്വ പൈസ ചൊല്ലുകാവില്ല, അല്ല ഞങ്ങളെ ഇക്വ മണ്ടു ചൊല്ലുകാവില്ല. അപ്പൊ ഇന്ത്യ എന്തെല്ലാം തീർക്കുക അത് ആക്കി തീർക്കണം. അതായിട്ടിക്കറ് ഞങ്ങളെ നാളത്തെ നാള് ಏನು നാലാമത്തെ നാളായിട്ടിക്കറ് വയൗമും മൗഊദുൻ. അത് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വെച്ചതായ നാള്. ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് ഓൾറെഡി അപ്പോയിന്റ്മെന്റ് ആക്കിയിട്ട് ഓക്കെ ആക്കിയിട്ട് കൺഫേം ആക്കിയിട്ട് വെച്ചത്. അങ്ങനത്തെ ഒരു നാള് നക്കും നിങ്ങൾക്കും വരവുണ്ട്. ആ നാളായിട്ടിക്കറ് ദുനിയാവില് വെച്ചിട്ട് ഞങ്ങൾ ജീവിക്കണല്ലേ ആ ജീവിതത്തിലെ അവസാനത്തെ നാള് അത് പറകുണ്ടു. ചിലപ്പോ ഇണ്ടായിട്ടിക്കൂ, ചിലപ്പോ നാളായിട്ടിക്കൂ, ചിലപ്പോ നാളക്കലയായിട്ടിക്കൂ, 10 വർഷം കഴിഞ്ഞിട്ടായിട്ടിക്കൂ. എപ്പോ ചൊല്ലുകാവില്ല. മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല കൺഫേം ആക്കിയിട്ട് വെച്ചിട്ട് എവിടെ ഏത് സെക്കൻഡിലും ഞങ്ങൾ മരിക്കണം ചൊന്നിട്ടു, ഏത് അവസ്ഥയിൽ മരിക്കണം ചൊന്നിട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വെച്ചില്ല. അതിൽ ഒരു സെക്കൻഡ് അപ്പറ ഇപ്പറ പോകുക സാധ്യമില്ല. അപ്പോയിന്റഡ് ഡേ മാത്ര അത് ഞങ്ങളെ കണ്ണിലെ മുന്നൊരു എപ്പോഴും വേണം. ഒരു നാളിനൊക്കെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വെച്ചത് ഇന്ന നാല് രൂപ പോകുന്നു ഈ ദുനിയാവില്. അതെല്ലാം കൺഫേം ആയ നാളായിട്ടിക്കറും ചെന്നിട്ടു ഞങ്ങൾ 100% അതെപ്പോ എന്താക്കുമ്പോ ഞങ്ങളെ കണ്ണിലെ മുന്നിലും ആ അപ്പോയിന്റ്മെന്റ് വേണം. അത് മറന്നു പോകുന്നില്ലേ. അങ്ങനത്തെ നാള് ഒരു നാൾ പറയുന്നുണ്ട്. എന്ന് 5ാമത്തെ നാളായിട്ടിക്കറ് വയൗമും മംദൂദ്. ആ നാലും ചൊന്നെങ്കിൽ അണ്ടത്തെ നാലും ചൊന്നെങ്കിൽ അത് ആഖിറായിട്ടിരിക്കും. ആഖിറത്തിൽ ഞങ്ങൾ മരിച്ചിട്ട് കബറിൽ ഞങ്ങളെ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു നാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ എണിപ്പാട്ടിക്ക് അല്ലാഹു മഹ്ശറാൻ ചൊല്ലതായ മൈതാനിൽ ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക. ആ നാൾ നീലമായ നാളായിട്ടിരിക്കും. ദുനിയാവിലെ നാളെ പോലെ അല്ല അത് ആഖിറത്തിലെ നാളായിട്ടിക്കറ്. ചെമ്മ യുദ്ധത്തെ നാളായിട്ടിക്കറ്. കുറെ ആൾമാർ അവിടെ ചൊല്ലാറ് ഈ ഖുർആനിൽ ചൊല്ലു ആൾമാർ ചൊല്ലുടെ പലക്ക. ആ കിയാമത്ത് നാളെ ഇസാബുഗനായിട്ട് ഞങ്ങൾ വെയിറ്റ് ആക്കി നിൽക്കുമ്പോ ആൾമാർ ചൊല്ലുടെ പലക്കമുണ്ട്. ഞാൻ ദുനിയാവുള്ളൂ ഒരു ദുഹത്തോളം ദുഹാൻ ചൊന്നെങ്കിൽ സൂര്യ ഉദയ ആയിട്ട് ഒരു 15 നിമിഷം കഴിഞ്ഞിട്ട് ഒരു 12 കണ്ടിട്ട് തോലുള്ള ആ ടൈം ഉണ്ടല്ലേ, അത്ര മാത്രം ഞാൻ ദുനിയാവിൽ ജീവിച്ചിരുന്നു. അത്ര മാത്രം ഞാൻ ദുനിയാവിൽ ജീവിച്ചിരുന്നു. അല്ലെങ്കിൽ ഒരു ഇഷാത്തോലുള്ള ഒരു ഈവനിങ് തോലുള്ള അസലത്ത് ഇഷാത്തോലുള്ള ടൈം മാത്രമായിട്ട് ഞാൻ ജീവിച്ചു. ഒരു നാൾ ഫുൾ അല്ല, അത്രയും ചുരുങ്ങിയ നാളായിട്ടിക്കറ് ദുനിയാവിലെ നാളും ചൊല്ലത്. ദുനിയാവിലെ ഞങ്ങൾ ആയുസ് ചൊല്ലത് കിയാമത്ത് നാളിന്റെ ഒരു നാൾക്ക് താരതമ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും ചെറിയ കാലത്ത് നാളായിട്ടിക്കറ്. അപ്പൊ ഈ ചെറിയ നാളുകളായിട്ട് ഇരിക്കുന്നത് ഞങ്ങളല്ല ഈ സർക്കസ് കളിക്കല്. അവിടുത്തെ നാളും ചൊന്നെങ്കിൽ അത് ശാശ്വതമായ നാളായിട്ടിക്കറ്. ഒന്നാ അവിടെ നഈമുൻ ദായിമുൻ എപ്പോ ദായിമായിട്ടുള്ള അനുഗ്രഹത്തിലായിട്ടിക്കൂ ഞങ്ങ. അതല്ലെങ്കിൽ അദാബും മുഖല്ലദുൻ അല്ലെങ്കിൽ സ്ഥിരമായ അദാബിലായിട്ടിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സലാമത്താക്കട്ടെ. അപ്പൊ നാളെ ബണ്ടതായ ഒരു നാളുണ്ട്. അപ്പൊ 5 ടൈപ്പിലെ നാൾ ചൊന്നേ. അപ്പൊ നാളത്തെ നാളെ അതാ ബണ്ടതായ ഒരു നാള് ഫിക്സ് ആയ നാള് അത് ആഖിറത്തിലെ നാള്. അതിനെ ഞങ്ങൾ ഓർക്കണേ. ഇപ്പൊ അണ്ടത്തെ നാളില് ഒരു അമലുസ്വാലിയാത്ത് എടുത്തിട്ട് ഞങ്ങൾ പോയെങ്കിൽ മാത്രം എത്തിക്കരുത്. റമളാനിൽ മാത്രം ഞങ്ങൾ അമലുസ്വാലിയാത്ത് എടുത്തെങ്കിൽ മയ്യാവില്ല. എപ്പത്തെ നാളായിട്ടിക്കരുത് ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോകുന്ന നാൾ ഞങ്ങൾ കൊണ്ടില്ല. അപ്പൊ നല്ലതായ നിലക്ക് പോണു. നാളെ അണ്ടത്തെ നാളുണ്ടല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ അബ്ബക്ക് ബനായിട്ട് ദുആ ചെയ്തു. പഠിച്ചോനെ എന്റെ അബ്ബക്ക് പുറത്തുകൊടു. അയാള് ഇത് തെരുതപ്പിയ ആൾമാരിൽ പെട്ട ആളായിട്ടിക്കരുത്.
നാളെ എല്ലാരെയും കൂട്ടതായ മഹ്ശറലുണ്ടല്ലേ, എല്ലാ ആൾമാരെ എതിർക്ക് നിന്റെ ആ ഒരു ഇജ്ജത്തില് ഇല്ലാണ്ടാക്കണ്ട റബ്ബേ, നിന്റെ ഒരു ബലയില്ലാത്തതുകൊണ്ട് ആക്കണ്ട. നിന്റെ അബ്ബനാണ് നരകത്തിൽ പോകുന്നതുക്ക് നക്ക് അത് സഹിക്കുക സാധ്യയില്ല റബ്ബേ, അബ്ബക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ ചൊന്നിട്ടു. അള്ളാഹുരൊട്ടിಗೆ ചൊന്നപ്പോ അള്ളാഹു ചൊന്ന് പലക്കൊണ്ട് യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, നിങ്ങളെ സ്വത്തുണ്ടല്ലേ മൾട്ടി മില്യണറായിട്ടിക്കൂ, ഈ ലോകത്തിൽ വെച്ചിട്ട് വലിയ ഒന്നാം നമ്പർ പൈസക്കാരായിട്ടിക്കൂ, റിച്ചസ്റ്റ് പേഴ്സൺ ചൊല്ലല്ലേ അവനായിട്ടിക്കൂ. മാത്രമാ യൗമ ലാ യൻഫഉ, അണ്ടത്തെ നാളില് ആ സ്വത്തുണ്ടല്ലേ ഒരു ഉപകാരത്തും വരില്ല. വലാ ബനൂൻ, നിന്റെ മക്ക അവിടെ ഉള്ളാറ് കൂടെ ഉള്ളാറ് അതിലുള്ളാറ് ഇതിലുള്ളാറ് അങ്ങനെ സഹായിക്കുവാറ് ഇല്ല. അണ്ടത്തെ നാളില് നിന്റെ സ്വത്താവട്ട്, നിന്റെ സ്റ്റാറ്റസ് ആവട്ട്, നിന്റെ അധികാരാവട്ട്, നിന്റെ മക്കാവട്ട് ആരും ഉപകാരത്തുക്ക് വരാത്ത നാളില് എന്തായിട്ട് ഉപകാരത്തുക്ക് വണ്ട് ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ കൽബ് കൊണ്ടിട്ട് ആവട്ടെ വന്ന അവനുക്ക് മാത്രമായിട്ട് അവിടെ രക്ഷണേ. നിങ്ങളെ ഹൃദയ സലീം ഉണ്ടായിട്ടെങ്കിൽ എല്ലാ സന്ദർഭത്തിലും നിങ്ങൾക്ക് സലീമായിട്ട്. റമദാനിൽ മാത്രല്ല ഇത് തഖ്വ കൈകൊണ്ടിട്ട് തൗബ ചെയ്തിട്ട് ഇസ്തിഗ്ഫാർ ആക്കിയിട്ട് ജാമാനം നിസ്കരിച്ചിട്ട് പൂൽമാന നോമ്പെടുത്തിട്ട് സദക്ക കൊടുത്തിട്ടു സക്കാത്ത് കൊടുത്തിട്ടു എല്ലാം നല്ല നല്ല സ്വരം എടുത്തിട്ട് അതല്ലേ. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നിങ്ങളെ മക്ക ഉപകാരத்துக்கு വല്ല, നിങ്ങളുടെ സ്വത്ത് ഉപകാരத்துக்கு വല്ല. ഇനിപ്പോ ഒരു കോട്ടിയെ കൊടുത്തിട്ടു അല്ലെങ്കിൽ എത്രയോ കോട്ടി കൊടുത്തിട്ടു ഞാൻ രക്ഷപ്പെട്ടു ചൊന്നിട്ടെങ്കിൽ അത് സാധ്യമില്ല. യൗമ യവദ്ദുൽ മുജ്രിം, മുജ്രിം ഉണ്ടല്ലേ അണ്ടത്തെ നാളില് അപരാധി സ്ഥാനത്തിൽ നിൽക്കുന്നതായ ആൾമാർ അങ്ങ് ആശിക്കുന്നതായ നാള് എന്ത് നിന്റെ മോന്റെ കൊടുത്തിട്ടു അല്ലെങ്കിൽ നിന്റെ അബ്ബടെ കൊടുത്തിട്ടു അല്ലെങ്കിൽ നിന്റെ പെഞ്ഞായിരെ കൊടുത്തിട്ടു അല്ല എല്ലാ മനുഷ്യന്മാരെയും കൊടുത്തിട്ടു നാളെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുണ്ടായാലും മയ്യാവാൻ കേട്ടു. നമ്മുടെ മക്കൾക്ക് ബേനായിട്ട് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടല്ലേ, മക്കളെ എഡ്യൂക്കേഷനിൽ ബേനായിട്ട് മക്കൾക്ക് എല്ലാ വ്യവസ്ഥ ആക്കി കൊടുക്കുക ബേനായിട്ട്. മക്കൾക്ക് ചെറിയ ഒരു ഉഷാറില്ലാണ്ടെങ്കിൽ എത്ര ബേജാറാവും, അബ്ബക്ക് ഉഷാറില്ലാണ്ടെങ്കിൽ മക്കൾക്ക് ഇത്ര ബേജാറാവും. ഇങ്ങനെ എല്ലാരെയും നരകത്ത് ഇട്ടെങ്കിൽ വലിയ വിഷയമല്ല, നക്ക് പകരമായിട്ട് ഇങ്ങനെ എല്ലാരെയും നരകത്ത് അല്ലാഹു ഇട്ടെങ്കിൽ വലിയ വിഷയമല്ല. മാത്രമല്ല നാല് നരകത്ത് പോകും റെഡിയില്ല അവിടെ. യവദ്ദുൽ മുജ്രിം, നരകത്തുക ആരെ വേണമെങ്കിൽ ഇട്ടുകോ റബ്ബെ, നാണ്ട് ഇടണ്ട അങ്ങനെ എല്ലാവരും എടുത്തുകൊണ്ട് വന്നിട്ട് ചൊല്ലതായ നാള് അല്ലാഹു കാത്തി സലാമത്താക്കട്ടെ. അപ്പൊ ഞങ്ങൾ എന്താക്കും, ഞങ്ങളെ ഇബാദത്ത് ഞങ്ങൾ അല്ലാഹുവിനെ ഓർക്കരുത് എല്ലാ ടൈമിലും ഒരേപോലെ വേണം. ഞങ്ങൾ ഒരു നാള് ഫിക്സ് ആയിട്ട് ഞങ്ങൾ പോകും, ഒരു നാൾ ഹിസാബ് ഞങ്ങൾ ഗുണ്ടു, നാളെ ഞങ്ങൾക്ക് ബറകില്ല. ഇണ്ടത്തെ നാളിൽ ഞങ്ങൾ ജീവിക്കണം, നാളെ എന്തെല്ലാം ആക്കിയിട്ടില്ല ഇന്നലെ അതിലെല്ലാം ഞങ്ങൾ ഇണ്ട് ആക്കി തീർക്കണം. നാളെಗೆ ಬೇಕು ಗೊತ್ತಿರಲ್ಲ, ഇണ്ടത്തെ നാളായിട്ട് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. പ്രതി ഒരു നാളിലും സുബഹിനെ നാളിച്ചാക്കുന്നു ഒരു ഫ്രഷ് നാൾ ഞങ്ങൾ കിട്ടിയത് ഈ നാൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ആൽമാരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله اتقوا الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടിട്ട് തഖ്വയോട് കൂടി ജീവിക്കണം ചൊല്ലിട്ടു. സ്വന്തത്തെ മറക്കാണ്ട് നിങ്ങളെല്ലാം ഓരോരുത്തരൊട്ടിಗೆ തഖ്വ വസിയത്താക്കരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു ഉപമ നിങ്ങൾക്ക് തന്നു. വലാ തകൂനു കല്ലതി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസ. മക്കത്തിലൊരു പെണ്ണിനാണ്, അവളെ പോലെ നിങ്ങൾ ആവുക തീരല്ല. അവളെ പ്രത്യേകത എന്തെന്ന് ചൊന്നിട്ടെങ്കിൽ അവള് ബല്ലി നെയ്താണ്, നൂൽ ഇങ്ങനെ ബല്ലി നെയ്ഞ്ഞ് ലാസ്റ്റ് അസലാമ്പത്തു ചെമ്മ കഷ്ടത്തിൽ ലാസ്റ്റ് ആകുമ്പത്തുകു അതുക്ക് ഒരു ഗട്ടി ഒരു ഇതിട്ടിട്ട് പിരി ഇട്ടിട്ട് ഉടനായ ഒരു കെട്ടിടനായ
അവളും അതാക്കില്ല, അവളും അതിനെ ഇങ്ങനെ അയച്ചു വിട്ടാകും. അതുകൊണ്ടിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? സ്വബേരി തൊട്ടിട്ടു അസരത്തോളം ആക്കിയതായ സ്വറ വേസ്റ്റ് ആയിട്ടുണ്ടല്ലാണ്ട്. അതേപോലെ നിങ്ങൾ ആവുക തീരലാണ്, അതേപോലെ ഞങ്ങൾ ആവുക തീരല്ല. റമളാനിൽ ഞങ്ങൾ ഖുർആൻ ഓതിയ, ഞങ്ങൾ ക്ലാസ് കാത് കൊടുത്ത, ഞങ്ങൾ ജമാഅത്തുകൾ കൃത്യമായിട്ട് വന്ന, സുന്നത്ത് നിസ്കാരം കൃത്യമായിട്ട് ഒരു നാൾ സുന്നത്ത് നിസ്കാരം ഓടുന്നത് മുന്നോട്ട് ജനറൊക്കെ തപ്പി ബേജറാൻ വേണ്ടി ഞങ്ങൾ വിട്ടുപോയിട്ടല്ല റബ്ബേൻ ചൊന്നു. കിയാമുല്ലയിലേക്ക് വന്ന ഞങ്ങൾ വിത്തറ് നിസ്കരിച്ച, തഹജ്ജുദ് നിസ്കരിച്ച, ഞങ്ങൾ ജാമനെഞ്ചിട്ട് അള്ളാഹുരൊട്ടിಗೆ തേടിയ ആ തഹജ്ജുദിന്റെ ടൈമിൽ ദുആ. ഓരോ നിമിഷത്തിലും ഞങ്ങൾ ഇപ്പോ ബാങ്കും ഇക്കാമത്തിന് നടുവിൽ വന്ന് തെച്ചിട്ട് അള്ളാഹുരൊട്ടിಗೆ തേടിയ ദുആ. ഞങ്ങൾ തൗബാക്കിയ എല്ലാം ആക്കിയ ക്ലീൻ ആയിട്ട് ഞങ്ങൾ അവിടെ പുറത്ത് വന്ന റമളാനിൽ വന്നിട്ട് റമളാൻ കഴിഞ്ഞിട്ട് 4-5 നാൾ കഴിഞ്ഞപ്പോ ഞങ്ങൾ മുൻനിർത്തിയത് എന്തെല്ലാം ഹറാമ് കേൾക്കുക തീരല്ല അതെല്ലാം കേട്ടോണ്ടുള്ള. ഞങ്ങളെ മ്യൂസിക് ഓണായി, ഞങ്ങളെ സ്ക്രീനിൽ എന്തെല്ലാം ഹറാമ് കാണുക തീരല്ല അതെല്ലാം കണ്ടോണ്ടുള്ള. ഇപ്പൊ കാണുക ശുരുവാക്കിയ അതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നെ ഒരു തിങ്കളിൽ നിങ്ങൾ ആക്കിയതുണ്ടല്ലേ അത് ഇങ്ങനെ ആവുക തീരല്ലേ, അത് വേസ്റ്റ് ആയി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ ആക്കിക്കൊണ്ട് ഇന്നിട്ടെങ്കിൽ അതിന്റെ അർത്ഥ ഞങ്ങൾ മൗല്യമാൻ പന ആക്കി വെക്കണം. ഞങ്ങൾ നോമ്പുൽ എടുത്തതായ അമൽ സ്വാലിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കിയിട്ടില്ല. പിന്നെ അല്ലാഹുവിന് ഇഷ്ടം ഏതായിട്ട് ദായിമയായിട്ട് ചെയ്ത അമലായിട്ട്. ഇപ്പൊ 3 റക്അത്ത് ഞങ്ങൾ ജാവുക നിസ്കരിച്ചിടാക്കിയാമല്ലേ, ഒരു 3 റക്അത്തായി വിത്ർ നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്ന അതായിട്ട് നബി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെമ്മ ഇഷ്ട ദായിമയായിട്ട് ചെയ്തു. ഇപ്പൊ ഓരോ ജുസു ഖുർആൻ ഓതിയങ്ങ ഒരു പേജും ഇപ്പൊ ഓതില്ലാണ്ടുള്ളൂ. എന്തൊരു അവസ്ഥ നിങ്ങൾ, ഒരു പേജാ 2 പേജാ 3 പേജാ എത്ര തീരിത്ത് ഡെയിലി ഒരു റെഗുലർ ആയിട്ട് ഞങ്ങൾ ഓതും. ചൊന്നെ സലീമായ കൽബല്ലാണ്ട് വേറെ ആരെയും നാളെ അവിടെ രക്ഷപ്പെടുക സാധ്യയില്ലാണ്ട്. അപ്പൊ കൽബായിട്ട് മെയിൻ കൽബുകുള്ളതായ മരുന്ന് ഞങ്ങൾ കൊടുക്കണം. കൽബുള്ള മരുന്ന് എന്തായിട്ട് 5 എണ്ണായിട്ട് ആലിമിങ്ങ ചൊന്ന് 5 ബിസിയ കൽബുകുള്ളതായ മരുന്നായിട്ട്. 1 ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുരി, ഖുർആൻ ഓതുന്നത് തദബ്ബുർ കൊണ്ടിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കേൾക്കട അഫലാ യതദബ്ബറുനൽ ഖുർആന അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ. നിങ്ങളുടെ കൽബുകളുടെ ബീഗയിട്ട നിങ്ങളുടെ ഖുർആൻ തദബ്ബുർ ആക്കില്ല, അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിന്റെ തഫ്സീർ മനസ്സിലാക്കിയിട്ട് അതിന്റെ ആശയം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഖുർആൻ ഓതുകയുണ്ടായെങ്കിൽ അത് നമ്മളെ മനസ്സുകളുടേതായ മരുന്നായിട്ട്. 1ാമത്തെ മരുന്ന് നാളെ ആഖിറത്തില് സലീമായ കൽബ് കൊണ്ടിട്ട് ആരർത്ഥ പോക ഉദ്ദേശിക്കാനാ അവನು ഖുർആന്റെ അർത്ഥം പഠിക്കുന്നു, അതിന്റെ ആശയം പഠിക്കുന്നു. ഖുർആന്റെ ಬಗ್ಗೆ ഞങ്ങൾ ചെമ്മ ക്ലാസ് കേട്ട ആയെങ്കിൽ അതിന്റെ ഇഫക്റ്റ് ഞങ്ങൾ ബന്ധ ഞങ്ങൾ റമളാനിലായെങ്കിൽ കുറിയ സൂറത്തിൽ അർത്ഥ പഠിച്ചവ ഞങ്ങൾ ഓടിയവ ആ അർത്ഥവും കൂടി ഓടുമ്പോഴായിട്ട് ഞങ്ങൾക്ക് ആ മനസ്സുകളുടേതായ മറുത് അതിൽ കിട്ടുക. 1ാമത്തേത്. ഇനി 2ാമത്തേത് ഖലാഉൽ ബത്ൻ, വയറ് കാലി വെക്കുന്നത് ചൊന്നെങ്കിൽ നോമ്പിന് ഓരോ തിങ്കളും പോകുമ്പോഴാണ് വയറ് കാലി വെച്ചതാണ്. ഇനി ശവ്വാൽ ബന്ത് ബാക്കി തിങ്കളും ഉണ്ട്, ബാക്കി തിങ്കളിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വയറ് കാലി വെക്കുന്നു. തിങ്കളാസര നോമുണ്ടു, ബേലാസര നോമുണ്ടു, ശവ്വാലിന്റെ 6 നോമുണ്ടു, അയ്യാമുൽ ബിലുണ്ടു, 13 പോണാള് പോണിഞ്ച് താരീഖ് എല്ലാ തിങ്കളിലും. ഹിജ്രി കാലണ്ടർ പ്രകാരമുള്ള താരീഖാവല, ഇംഗ്ലീഷ് കാലണ്ടറിന്റെ താരീഖല്ല. 13 പോണാള് പോണി അത് തിങ്കളിലുള്ളതായ നോമ്പായിട്ട്, വാർത്തിലുള്ള നോമ്പായിട്ട് തിങ്കളാശയും ബേലാശയും. അത് വർഷത്തിലുള്ള നോമ്പുണ്ടു, ശവ്വാലിന്റെ 6 നോമ്പ്, അതേപോലെ അറഫ നോമ്പ്, അതേപോലെ മുഹറമിലെ നോമ്പ്, ഇങ്ങനത്തെ നോമ്പുണ്ട്. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ എന്താക്കണം, ഈ സുന്നത്തിലെല്ലാം പാലന ആക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വയറ് കാലി വേണം. തീരെണ്ടായി തിങ്കളാസരന്റെ ഒരു നോമ്പ് പിടിക്കണം, ബേലാസരന്റെ ഒരു നോമ്പ് പിടിക്കണം. ഈ 6 നോമ്പ് ശവ്വാലിന്റെ 6 നോമ്പിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്ന് ആരും കൊടുത്ത റമളാൻ ഒരു തിങ്കൾ നോമ്പ് നോക്കിയ എന്നിട്ട് 6 നാൾ ശവ്വാലിന് നോമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ 1 വർഷം നോമ്പ് നോക്കിയ പോലെ ഉണ്ട്. അപ്പൊ 1 വർഷം പൂർത്തി നോമ്പ് നോക്കിയതായ കൂലി. എങ്ങനെ ഞങ്ങളുടെ ഇശാ നിസ്കാരം ഫജ്ർ നിസ്കാരം ജമാഅത്തോട് കൂടെ ഒരുത്ത നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫുള്ളു ജാവ് നിസ്കരിച്ചതായ കൂലി കിട്ടും. ഇങ്ങനത്തെ കുറെ ഓഫർ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ജാവ് ഫുള്ളു നിസ്കരിക്കുന്നതായ കൂലി കിട്ടുകയെന്ന് ചൊന്നെങ്കിൽ അത് വലിയ ബിസിയായിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫജ്റിനും ഇശാവിനും ജമാഅത്ത് ഓർക്കും മിസ്സാവില്ല.
ജമാഅത്ത് സ്റ്റാർട്ട് ആവുക 5 നിമിഷം മുന്നോട്ട് ഉടയ്ക്കുക. ഞങ്ങൾ ജമാഅത്ത് മിസ്സായില്ല റമളാനില് ഇപ്പൊ മിസ്സാവും കുസുറായി 1 റക്കാത്ത് 2 റക്കാത്ത് മിസ്സാവും കുസുറായി കുറിയ 4 പോകുമ്പോ 3-4 റക്കാത്ത് മിസ്സാവും കുസുറാവും. അങ്ങനെ ആവും കുത്തികളല്ലേ. ഒരു മുസ്ലിം ചൊന്നെങ്കിൽ അവന് ദായ്മയായിട്ടിരിക്കണം. ഒരു മൂമിന്, ഒരു ഈമാനുള്ളതായ മൂമിന്, ഒരു തക്കുള്ളതായ മുത്തക്കിൻ ചൊന്നുണ്ടെങ്കിൽ ദായ്മ ആക്കരുത്, ദായ്മയായിട്ടാക്കണം. ഇല്ലാട്ടെങ്കിൽ ഒരു പ്രയോജനം ഇല്ല. ഇനി ദായ്മ ആക്കില്ല. ഞങ്ങൾ ഇങ്ങനെ മിസ്സിംഗ് ആയതുകൊണ്ടു ഞങ്ങൾ നിസ്കാരത്തൊട്ട് ദൂരെ പോയിട്ടുള്ള ഖുർആനിലൊട്ട് ദൂരെ പോയിട്ട് അതിലെ അർത്ഥം ഞങ്ങളെ അമലു സ്വാലിഹാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ അമലു സ്വാലിഹ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇനി മൂന്നാമത്തത് ജാമത്തെ നിസ്കാരം, അതായത് ഖിയാമുൽ ലൈലും ചൊല്ല, തഹജ്ജുദും ചൊല്ല, അല്ലെങ്കിൽ വിത്റും ചൊല്ല, അല്ലെങ്കിൽ റമളാനിലെ തറാവീഹ് ചൊല്ല. അത് നിർവഹണാക്കണം. അത് തഹജ്ജുദ് നിസ്കരിക്കുന്നതായിട്ട് നല്ലത്. ഫജ്ർ നിസ്കാരത്തിന് മുന്നലേ ഒരു 1/2 ഗಂಟೆമാ 3/4 ഗಂಟೆമാ മുന്നോളൂ എണിച്ചിട്ട് ആ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഏറ്റവും കുറഞ്ഞത് 3 റക്കാത്തായി 3 നിസ്കരിക്കാം, 5 നിസ്കരിക്കാം, 7 നിസ്കരിക്കാം, 1 നിസ്കരിക്കാം, 1 നിസ്കരിക്കാം. മിനിമം ഒരു 3 റക്കാത്തായി നിങ്ങൾ നിസ്കരിക്കണം. അതിൽ സുജൂദിൽ അല്ലാഹുവൊട്ടിಗೆ നമുക്ക് ಬೇರಾയിരിക്കാം. ആ തഹജ്ജുദ് ആ അത്താഴത്തെ ആ ടൈം ഉണ്ടല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തര കണ്ടതായ ടൈം ആയിട്ടിരിക്കും. ഇനി ആ ടൈമിലു എപ്പോ തഹജ്ജുദിന്റെ ടൈം, അത്താഴത്തെ ടൈം ചൊല്ലുന്ന ടൈമിലു അല്ലാഹുവൊട്ടിಗೆ കേൾക്കരുത്, ദുആക്കരുത്. അതും ഒരു മറന്നായിട്ടിരിക്കും. കൽബുകൊള്ളതായ നിങ്ങളുടെ ഹൃദയത്തിന് മനസ്സുകൊള്ളതായ മറന്നായിട്ടിരിക്കും. അപ്പൊ ഒന്നാമത്തെ മറന്നു ചൊല്ലത് അത് ഖുർആൻ ഓതരുത് അർത്ഥം തെളിഞ്ഞിട്ട്. രണ്ടാമത്തത് അപ്പപ്പോ ഭയത്തിലെ കാലി വയ്ക്കരുത്. മൂന്നാമത്തത് ജാവു തഹജ്ജുദ് നിസ്കരിക്കരുത്. നാലാമത്തത് ആ അത്താഴത്തെ ടൈം, ആ തഹജ്ജുദിന്റെ ടൈം ഉണ്ടല്ലേ, ആ ടൈമിൽ അല്ലാഹുവൊട്ടിಗೆ ദുആ നടക്കരുത്. അഞ്ചാമത്തത് നല്ല ആൾമാരൊട്ടിಗೆ കൂട്ടുകെട്ട് അങ്ങനൊട്ടിಗೆ വെച്ചിട്ട് ദീനിയായ വിഷയത്തിൽ ഇൽമു പഠിക്കരുതും നല്ല നല്ല വിഷയാക്കരുത്. അതുമായിട്ട് മനസ്സുള്ളതായ മറന്നു ഇനി ബെടക്ക ആൾമാരൊട്ടിಗೆ വെച്ചെങ്കിൽ നമ്മും ബെടക്കാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സലാമത്താക്കട്ടെ. ഇതായിട്ട് അപ്പോ റമളാനിൽ ഞങ്ങൾ ആക്കിയതായ ആ അമലു സ്വാലിഹത്ത് എന്തിനുണ്ട്, അത് നിലനിർത്തി പോകണം, അത് ദായ്മയാക്കണം. അതേപോലെ ഞങ്ങൾക്കുള്ളതായ ഓരോരോ ടൈപ്പിലെ 5 ടൈപ്പിലെ 4 ചൊന്ന് ആ ഓരോന്നിലും ഞങ്ങൾ മനസ്സിലാക്കണം. അതിൽ പ്രത്യേകമായിട്ടും ഒരു അപ്പോയിന്റ്മെന്റ് ഡേ ഞങ്ങൾക്ക് മൗത്ത് ബണ്ടതായ ഒരു നാൾ ബറുകൊണ്ടു അത് കൺഫേം ആയിരിക്കും ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണ്ടി. ആഖിറത്തിൽ അതും അങ്ങനെയാണ്. അപ്പോ കൽബുൻ സലീമായിട്ട് പോയിട്ടായി മാത്രം ഞങ്ങൾക്കുള്ളതായ ആ രക്ഷണ അവിടെ. ഇനി 5 വിഷയം നാച്ചൊന്ന് നല്ല ഹൃദയത്തുള്ളതായ മറന്നു അതും ഞങ്ങളൊട്ടിಗೆ വേണം. എന്നിട്ടായി മാത്രമായിട്ട് ഞങ്ങളുടെ മനസ്സ് സലീമായ മനസ്സായിട്ട് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പോകുമ്പോൾ നല്ല ഞങ്ങൾക്ക് സുവാർത്ത കിട്ടരുത്. വബശിറു ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. ജന്നത്തുള്ളതായ ബഷാറത്ത് കിട്ടുന്നതായ മരിക്കുന്ന സമയത്ത് നല്ല ആ സുവാർത്ത കിട്ടുന്നതായ ആൽമാരെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ പെടുത്തുമാറാകട്ടെ. ഒന്ന് 2 വിഷയം ചൊല്ലുകൊള്ളും ചൊന്നെങ്കിൽ ഒന്ന് ഞങ്ങളെ മദ്രസത്തെ കളക്ഷൻ ഉണ്ട്. 10-200 മക്ക പഠിക്കുന്നതായ മദ്രസ ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും ಗೊತ್ತುಂಟು. ഞങ്ങളെ മക്ക പഠിക്കുന്ന മദ്രസ ആയതുകൊണ്ടിട്ടു അതിലെ കളക്ഷനുക്ക് നല്ല പോലെ സഹകരിക്കൊണ്ട് ചെന്നിട്ടു ഞാൻ കേട്ടോട്ടെ. രണ്ടാമത്തേത് കുറെ ആൾമാർ സമുദായത്തിന് വേനായിട്ട് സ്വറയെടുത്തിട്ട് ഇണ്ട് ജയിലിലും കേസിലും അതിലും ഇതിലുള്ള കുടുങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ മേനായിട്ട് ദുആറക്കരുത് ഞങ്ങളെ മേലെ കടമയായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരല്ല സമുദായത്തിന് മേനായിട്ട് സ്വറാക്കിട്ട് ദീനിക്ക് മേനായിട്ട് സ്വറാക്കിട്ട് ഇണ്ട് ജയിലിലുള്ള അല്ലെങ്കിൽ കേസിലും അതിലും കുടുക്കിയിട്ടാണ് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുക്കിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടുത്തിട്ട് അങ്ങനെ ആ പ്രവർത്തനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അങ്ങനെ കുടുംബത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സബൂർ കൊടുക്കട്ടെ. അതേപോലെ ഈമാനോട് കൂടെ മരിച്ചതായ ആൾമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോട് കൂടെ മരിച്ചതായ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുമാർക്കും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങനെയും ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഓർമ്മിച്ചു കൂട്ടട്ടെ. അതേപോലെ ഞങ്ങളെ കൂട്ടത്തിലും അല്ലാതെയും ഞങ്ങളെ സഹോദരന്മാർ കുറെ ആൾ ഫോണാക്കിയിട്ട് വസിയത്താക്കിയത് രോഗിമാർ രോഗശിഫാവാനായിട്ട് ദ്വാരക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം രോഗം കൊണ്ടിട്ട് കഷ്ടപ്പെട്ടാണ് അങ്ങനെ രോഗത്തെ എത്രയും വേഗം ശിഫയാക്കി കൊടുക്കട്ടെ. മാരകമായ രോഗത്തിൽ തൊട്ട് ഞങ്ങളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സലാമത്താക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു ഞങ്ങളിൽ നിന്ന് വന്നു പോയതായ ചെറിയതും വലിയതുമായ എല്ലാ ദോഷത്തെ പുറത്ത് മാഫാക്കി തരട്ടെ. നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ അബ്ബമ്മമാർക്ക് റഹം ചെയ്യട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب سميع الدعاء يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين يا رب العالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على نبينا محمد وعلى آله وصحبه أجمعين. أقيموا الصلاة.